കിഷ്കിന്ധാ കാണ്ഡം എന്ന ഗംഭീര സിനിമയ്ക്ക് ശേഷം അതേ അണിയറ പ്രവർത്തകരെ വീണ്ടും ഒന്നിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും വലിയൊരു ലേയേർഡ് ത്രില്ലറാണ് അവർ നമുക്ക് തന്നത്. തിയേറ്ററിൽ ലൈറ്റുകൾ തെളിയുമ്പോൾ കുര്യാച്ചൻ ശരിക്കും മരിച്ചോ? ആരാണ് ആ നായ്ക്കളുടെ യഥാർത്ഥ യജമാനൻ? പിയൂസ് എന്തിനാണ് എല്ലാവരെയും കൊന്നത്? എന്നിങ്ങനെയുള്ള 1000 ചോദ്യങ്ങളുമായാണ് പ്രേക്ഷകർ പുറത്തിറങ്ങിയത്. ഈ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരം സിനിമയുടെ ഉള്ളിൽ തന്നെ സംവിധായകനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സിനിമയുടെ പേര് മുതൽ ക്ലൈമാക്സിലെ ആരും ശ്രദ്ധിക്കാത്ത ആ മുളപാത്രം വരെ നീളുന്ന സൂചനകളിലൂടെ നമുക്ക് ഈ സിനിമയൊന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ആദ്യ തവണ കണ്ടപ്പോൾ മിസ് ചെയ്തു പോയ പല കാര്യങ്ങളും ഈ വിശദീകരണത്തിലൂടെ നിങ്ങൾക്ക് വ്യക്തമാകും. ഡീറ്റെയിൽഡ് ക്ലൈമാക്സ് എക്സ്പ്ലനേഷൻ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ആദ്യം തന്നെ എക്കോ എന്ന പേരിൽ നിന്ന് തുടങ്ങാം. വെറുമൊരു ഇംഗ്ലീഷ് വാക്കായി ഇതിനെ കാണരുത്. സംസ്കൃതത്തിലെ ഏകം അഥവാ ഒന്ന് എന്ന വാക്കുമായി ഇതിന് ബന്ധമുണ്ട്. അദ്വൈത ഫിലോസഫി പ്രകാരം രണ്ടല്ലാത്ത ഒന്ന് എന്നൊരു തത്വമുണ്ട്. അതായത് നമ്മൾ കാണുന്ന പലതും മായയാണ്, സത്യം ഒന്നേ ഉള്ളൂ. ഈ സിനിമയിലെ ഏറ്റവും വലിയ കൺഫ്യൂഷനും ഈ ഒന്ന് എന്ന കൺസെപ്റ്റിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായ ആ നായ്കൾ ടെലോമിയൻ എന്നറിയപ്പെടുന്ന അപൂർവയിനം മലേഷ്യൻ ബ്രീഡാണ്. ഇവയുടെ പ്രത്യേകത എന്തെന്നാൽ ഇവയ്ക്ക് ഒരൊറ്റ യജമാനനേ ഉണ്ടാവൂ. പുറമേ നിന്ന് നോക്കുമ്പോൾ കുര്യാച്ചനാണ് ഇവയുടെ യജമാനൻ എന്ന് തോന്നും. അയാൾ വിസിലടിക്കുമ്പോൾ അവ അനുസരിക്കുന്നുണ്ട്. എന്നാൽ അത് കുര്യാച്ചന് സൃഷ്ടിച്ചെടുത്ത ഒരു മായക്കാഴ്ച മാത്രമാണ്. യഥാർത്ഥത്തിൽ ആ നായ്ക്കളുടെ കടിഞ്ഞാൺ പ്ലാത്തി ചടത്തിയുടെ കയ്യിലാണ്. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ബോഡി ലാംഗ്വേജ് വായിക്കാൻ അസാമാന്യം കഴിവുള്ള മ്ലാത്തി ആണ് അവയെ പരിശീലിപ്പിച്ചത്. കുര്യാച്ചന് വിചാരിക്കുന്നത് താനാണ് രാജാവെന്നാണ്. എന്നാൽ മ്ലാത്തി വിരിച്ച വലയിലെ ഒരു കണ്ണി മാത്രമായിരുന്നു അയാൾ. സംരക്ഷണവും നിയന്ത്രണവും ചിലപ്പോൾ ഒരേപോലെ തോന്നും എന്ന് കുര്യാച്ചന് പറയുന്ന ഡയലോഗ് അവസാനം അയാൾക്ക് തന്നെ വിനയമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അടുത്തതായി പിയൂസ് അഥവാ മണികണ്ഠൻ എന്ന കഥാപാത്രത്തിലേക്ക് വരാം. സന്ദീപ് അവതരിപ്പിച്ച ഈ വേഷം ശരിക്കും മനുഷ്യരൂപത്തിലുള്ള ഒരു ടെലോമിയൻ നായെപ്പോലെയാണ്. 6-ാം വയസ്സിൽ മാതാപിതാക്കൾ മരിച്ച അനാഥനായി അവനെ എടുത്തു വളർത്തിയത് കുര്യാച്ചനാണ്. ഒരു നായ്ക്ക് ഭക്ഷണം തരുന്ന കൈകളോട് തോന്നുന്ന അതേ വിധേയതയാണ് പിയൂസിന് കുര്യാച്ചനോട്. അവനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഒരേ ഒരു മാസ്റ്ററേ ഉള്ളൂ. അതുകൊണ്ടാണ് കുര്യാച്ചനെ അന്വേഷിച്ചു വരുന്നവരെല്ലാം ശത്രുക്കളാണെന്ന് അവൻ വിശ്വസിക്കുന്നത്. നരേന്റെ കഥാപാത്രത്തിന്റെ കാറിന്റെ ബ്രേക്ക് പൊട്ടിച്ചതും പിനു പപ്പുവിന്റെ കഥാപാത്രം പോലീസാണെന്ന് അറിഞ്ഞിട്ടും കൊലപ്പെടുത്തിയതും കുര്യാച്ചനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. പിയൂസിന് നന്മയോ തിന്മയോ അറിയില്ല. യജമാനന്റെ സുരക്ഷ എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. കാട്ടിൽ വെച്ചുള്ള ഫൈറ്റ് സീനിൽ പോലീസിനെ കടിക്കുന്നതും പാമ്പ് കടിച്ചപ്പോഴും മനുഷ്യത്വമില്ലാതെ പെരുമാറിയതും ഇതിനുദാഹരണമാണ്. എന്നാൽ പിയൂസ് പോലും അറിയാത്ത വലിയൊരു രഹസ്യം മ്ലാത്തിയുടെ ഉള്ളിലുണ്ടായിരുന്നു. തന്നെ ചതിച്ച് മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന കുര്യാച്ചനോടും അതിനെ കൂട്ടുനിന്ന മോഹൻ പോത്തനോടും അവൾക്കുള്ളത് തീരാത്ത പകയാണ്. തന്റെ ആദ്യ ഭർത്താവിനെ മലേഷ്യയിൽ തടവലാക്കിയതിനു ശേഷമാണ് കുര്യാച്ചൻ അവളെ സ്വന്തമാക്കിയത്. മോഹൻ പോത്തൻ തിരിച്ചു വരുമ്പോൾ മ്ലാത്തി തന്നെ നായ്ക്കളെ ഉപയോഗിച്ച് പോത്തിനെ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊല്ലുന്നു. പോത്തൻ മ്ലാത്തിയോട് സത്യം പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുര്യാച്ചന്റെ സതി അവൾക്ക് നേരത്തെ അറിഞ്ഞിരുന്നു. ഇനിയാണ് സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ പലരും ശ്രദ്ധിക്കാതെ പോയ ക്ലൈമാക്സിലെ ആ ട്വിസ്റ്റ്. കുര്യാച്ചൻ മരിച്ചോ അഥവാ ഒളിവിലാണോ? ഉത്തരം ഇതാണ്. കുര്യാച്ചൻ മരിച്ചിട്ടില്ല. അയാൾ മരിക്കുന്നതിനേക്കാളും ഭീകരമായ ഒരു തടവറയിലാണുള്ളത്. സിനിമയുടെ അവസാന രംഗത്ത് പിയൂസ് കാട്ടിലൂടെ നടക്കുമ്പോൾ നിലത്ത് കിടക്കുന്ന ഒരു മുളപ്പാത്രം കയ്യിലെടുത്ത് നോക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഫ്ലാഷ് ബാക്ക് സീനിലും പ്ലാത്തി ഇത്തരം പാത്രത്തിൽ ഭർത്താവിന് ഭക്ഷണം കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. മലേഷ്യൻ കാടുകളിൽ മനുഷ്യർക്ക് നേരിട്ട് ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നായ്ക്കളെ ഉപയോഗിച്ച് ഭക്ഷണം എത്തിക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണിത്. ആ പാത്രത്തിൽ അപ്പോഴും ഫ്രഷായ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. മ്ലാത്തി തന്റെ ആദ്യ ഭർത്താവിനെ മലേഷ്യയിൽ വെച്ച് കുര്യാച്ചൻ എങ്ങനെയാണോ വീട്ടിൽ തടവിലാക്കിയത് അതേ രീതിയിൽ മ്ലാത്തി തിരിച്ചടിച്ചിരിക്കുകയാണ്. കുര്യാച്ചൻ ഇപ്പോൾ ആ കാടിലെ എവിടെയോ ഉള്ള ഗുഹയിൽ മ്ലാത്തിയുടെ തടവുകാരനാണ്. മ്ലാത്തിയുടെ നായ്ക്കൾ കൃത്യമായി അയാൾക്ക് ഭക്ഷണം എത്തിക്കുന്നുണ്ട്. അയാൾക്ക് രക്ഷപ്പെടാനും ആവില്ല. എന്നാൽ മരിക്കാൻ അവൾ സമ്മതിക്കുകയുമില്ല. ഒരു റിവേഴ്സ് ട്രാപ്പാണ് മ്ലാത്തി ഒരുക്കിയിട്ടത്. ഈ സത്യം തിരിച്ചറിയുന്ന നിമിഷമാണ് പിയൂസിന്റെ മുഖത്തിൽ നമ്മൾ ഭയം കാണുന്നത്. തന്റെ യജമാനൻ ഇനി ഒരിക്കലും തിരിച്ചു വരല്ലെന്നും ഇത്രയും നാൾ താൻ കണ്ടതെല്ലാം മ്ലാത്തിയുടെ ഗെയിം പ്ലാൻ ആയിരുന്നു എന്ന് അവൻ മനസ്സിലാക്കുന്നു. എന്നാൽ അപ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു. മ്ലാത്തിയുടെ കമാൻഡ് കിട്ടിയ നായ്ക്കൾ പിയൂസിനെ വലയുന്നതിനാണ് സിനിമ അവസാനിക്കുന്നത്. മ്ലാത്തിയുടെ രഹസ്യം അറിഞ്ഞതുകൊണ്ട് തന്നെ പിയൂസിന്റെ ആ നായ്ക്കൾ അവിടെ വെച്ച് കൊന്നു കാണുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ചുരുക്കത്തിൽ കുര്യാച്ചന്റെ അഹങ്കാരത്തിനെയും പാവങ്ങളുടെയും ഒരു എക്കോ അഥവാ പ്രതിധ്വനിയായി ആ മലപ്രദേശം മാറുകയായിരുന്നു. ഓരോ കഥാപാത്രവും ഓരോ തരം തടവറയിലായിരുന്നു. കുര്യാച്ചൻ തന്റെ അധികാരത്തിന്റെ തടവറയിൽ, പിയൂസ് തന്റെ വിധേയത്തിന്റെ തടവറയിൽ, മ്ലാത്തി തന്റെ പകയുടെ തടവറയിൽ. ഇത്രയും ഡീറ്റെയിൽഡായി ഈ സിനിമയെ സമീപിക്കുമ്പോഴാണ് എക്കോ ഒരു സാധാരണ ത്രില്ലറല്ല, മറിച്ച് മനുഷ്യന്റെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു സൈക്കോളജിക്കൽ മാസ്റ്റർ പീസാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. നിങ്ങളോടൊപ്പം പടം കാണാൻ വന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, കമന്റ്